സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കൊടുങ്കാറ്റിലും പേമാരിയിലും കെഎസ്ഇബിക്കുണ്ടായത് 51.4 കോടി രൂപയുടെ നാശനഷ്ടം. പ്രാഥമിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 5961 വിതരണ ട്രാൻസ്ഫോർമറുകളുടെ കീഴിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായി തടസ്സപ്പെടുന്ന സ്ഥിതിയാണുണ്ടായത്. 11 ലക്ഷത്തിലേറെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സമുണ്ടായെന്നും കെഎസ്ഇബി അറിയിച്ചു. കണ്ണൂർ, ശ്രീകണ്ഠാപുരം, കാസർഗോഡ്, പാലക്കാട്, ഷൊർണൂർ, കൊട്ടാരക്കര, കോഴിക്കോട്, വടകര ഇലക്ട്രിക്കൽ സർക്കിളുകളെയും പത്തനംതിട്ട ഇലക്ട്രിക്കൽ സർക്കിളിലെ അടൂർ ഡിവിഷനെയുമാണ് കാറ്റ് മൂലമുണ്ടായ നാശനഷ്ടം തീവ്രമായി ബാധിച്ചത്. 1694 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 10,836 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. മരങ്ങളും മരച്ചില്ലകളും വീണതിനെ തുടർന്ന് ഹൈ ടെൻഷൻ വൈദ്യുതി കമ്പികൾ 1117 സ്ഥലങ്ങളിലും ലോ ടെൻഷൻ കമ്പികൾ 19,571 സ്ഥലങ്ങളിലും പൊട്ടിവീണു. ലഭ്യമായ കണക്കുകൾ പ്രകാരം വിതരണ മേഖലയിൽ ഏകദേശം 51.4 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കെഎസ്ഇബി അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചുഴലിക്കാറ്റ് പ്രധാനമായും കണ്ണൂർ ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിലുള്ള ചാലോട്, മയ്യിൽ, ചക്കരക്കൽ, പാപ്പിനിശ്ശേരി, ഏച്ചൂർ, കോളയാട്, കൊളച്ചേരി, കതിരൂർ എന്നീ സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ വൈദ്യുത ശൃംഖലയ്ക്കാണ് നാശം വിതച്ചത്. ഈ മേഖലയിലെ 2688 വിതരണ ട്രാൻസ്ഫോർമറുകളുടെ കീഴിൽ 5 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു. കണ്ണൂർ ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിൽ കഴിഞ്ഞ ദിവസം 1 ലക്ഷത്തിൽ പരം ഉപഭോക്താക്കൾക്കുണ്ടായിരുന്ന വൈദ്യുതി തടസ്സം പരിഹരിച്ചു. ഈ ദിവസങ്ങളിൽ എല്ലാ വൈകുന്നേരങ്ങളിലും ഉണ്ടാകുന്ന തീവ്രമായ കാറ്റ് വൈദ്യുതി വിതരണ മേഖലയാകെ തകരാറിലാക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും കെഎസ്ഇബി വിശദീകരിച്ചു. ശ്രീകണ്ഠാപുരം സർക്കിളിന് കീഴിലെ എല്ലാ സെക്ഷനുകളെയും ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട്. വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ 3 ദിവസം ആവശ്യമായി വരും. കൽപ്പറ്റ സർക്കിളിന് കീഴിൽ കോറം, പവിഞ്ഞാൽ, വെള്ളമുണ്ട, ബത്തേരി ഈസ്റ്റ്, മീനങ്ങാടി എന്നീ സെക്ഷനുകളെയാണ് ചുഴലിക്കാറ്റ് പ്രധാനമായും ബാധിച്ചിട്ടുള്ളത്. ഇവിടെയും വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ 3 ദിവസം വേണ്ടിവരുമെന്ന് കെഎസ്ഇബി അറിയിച്ചു. മുള്ളേരിയ, രാജപുരം, നല്ലമ്പുഴ, ഭീമനടി സെക്ഷനുകളെയാണ് കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിൽ ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വൈകിട്ട് വീണ്ടും കാറ്റ് തീവ്രമായതോടെ കാഞ്ഞങ്ങാട് ഡിവിഷന് കീഴിലുള്ള സെക്ഷനുകളെയും ബാധിച്ചു. അതിനാൽ വൈദ്യുതി പൂർത്തിയാകാൻ 1 ദിവസം കൂടി ആവശ്യമായി വരുമെന്നാണ് കെഎസ്ഇബിയുടെ അറിയിപ്പ്. ഷൊർണൂർ ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിൽ ചെർപ്പുളശ്ശേരി സെക്ഷനെയാണ് ചുഴലിക്കാറ്റ് കഠിനമായി ബാധിച്ചത്. വ്യാപകമായ നാശനഷ്ടം ഉണ്ടായെങ്കിലും കണക്ഷൻ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ അതിവേഗം നടന്നുവരികയാണ്. ഹൈടെൻഷൻ ഫീഡറുകൾ മിക്കവാറും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. വ്യക്തിഗത പരാതികൾ 1 ദിവസം കൊണ്ട് പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നതായി കെഎസ്ഇബി വ്യക്തമാക്കി. കോഴിക്കോട് സർക്കിളിന് കീഴിലെ പൊറ്റമ്മൽ, മാങ്കാവ്, വടകര സർക്കിളിന് കീഴിലെ തൊട്ടിൽപ്പാലം, കുറ്റ്യാടി, മേപ്പയ്യൂർ, നിലമ്പൂർ സർക്കിളിന് കീഴിലെ കാളിക്കാവ്, വാണിയമ്പലം തുടങ്ങിയ സെക്ഷനുകളെയാണ് പ്രകൃതിക്ഷോഭം പ്രധാനമായും ബാധിച്ചത്. കൊട്ടാരക്കര, പത്തനംതിട്ട ഇലക്ട്രിക്കൽ സർക്കിളുകൾക്ക് കീഴിൽ ജൂലൈ 25-നുണ്ടായ ചുഴലിക്കാറ്റിനെ തുടർന്ന് വമ്പിച്ച നാശനഷ്ടങ്ങളുണ്ടായി. ഈ മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മിക്കവാറും എല്ലായിടങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. തീവ്രമായ പ്രകൃതിക്ഷോഭത്തെ തുടർന്നുണ്ടായ പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കെഎസ്ഇബി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.